ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലീസ് മാത്യു. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ്. ഇവിടെ നിൽക്കാൻ എന്നാ രസമാണെന്നറിയാമോ? 3 സാഗരങ്ങളുടെ ത്രിവേണി സംഗമ സ്ഥലമാണ് ഈ കന്യാകുമാരി. അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടി ഒന്നിക്കുന്നത് ഇവിടെയാണ്. അതിനാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഈ ത്രിവേണി സംഗമ സ്ഥലത്ത് വരികയും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും മഹാഭാഗ്യമായിട്ട് കരുതുന്നവർ ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. ഞങ്ങൾ കന്യാകുമാരിയിൽ വന്ന ഒരു ഹോട്ടലിൽ താമസിച്ച് രാവിലെ തന്നെ വിവേകാനന്ദ പാറയിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ വന്നപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് ഈ പാറയിൽ കയറിയാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ മാനേജർ പറഞ്ഞു, രാവിലെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും, അതുകൊണ്ട് വെളുപ്പിനെ തന്നെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 6:30 ആയപ്പോഴേക്കും കന്യാകുമാരി ബോട്ട് ടെർമിനലിലേക്ക് നടന്നു. എൻ്റെ പൊന്നെ, 6:45 ആയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ ലൈൻ ഒന്ന് കാണേണ്ടതായിരുന്നു. എന്നോ നീണ്ട ലൈനായിരുന്നു എന്നറിയാമോ? ടിക്കറ്റ് കൗണ്ടർ 8 മണിക്കേ തുറക്കത്തുള്ളായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുമ്പേ വന്ന ആളുകൾ നിൽക്കുകയാണ്. കാരണം ആ ചൂടത്ത് പാറയിൽ കയറുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും വെളുപ്പിനെ തന്നെ കയറാനായിട്ട് ശ്രമിക്കും. എനിവേ ഷാർപ്പ് 8 മണിക്ക് തന്നെ കൗണ്ടർ തുറന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി വിവേകാനന്ദ റോക്കിലെത്തി. ഈ ബോട്ടിൽ നമ്മൾ കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ വിവേകാനന്ദ പാറയെല്ലാം കാണാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല ബോട്ടിൽ ഇവിടെ എത്താൻ. ഇവിടേക്ക് വെറും 500 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കരയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിവേകാനന്ദ മണ്ഡപവും തിരുവള്ളുവർ സ്റ്റാച്യുവും ഒക്കെ നല്ലവണ്ണം കാണാൻ സാധിക്കും. ബോട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കണം. കുറച്ച് കൽപ്പടവുകളും ഒക്കെ കയറി വേണം വിവേകാനന്ദ മണ്ഡപത്തിലെത്താൻ. സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ നിന്നും കടൽ നീന്തിയാണ് ഈ പാറയിൽ വന്നതും 3 days and nights ധ്യാനത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് നടന്നത് 1892 ഈ കാണുന്ന ഈ മണ്ഡപം 1970 സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പണി കഴിപ്പിച്ചത്. ഈ മണ്ഡപത്തിൽ നമ്മൾ കയറാം. മണ്ഡപത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ സെയിം പാറയിൽ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ദേവി കന്യാകുമാരിയുടെ ഒരു ചെറിയ ടെമ്പിളുമുണ്ട്. ആ ടെമ്പിളിൽ ദേവി കന്യാകുമാരിയുടെ കാൽപാദവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണുന്ന ഭയങ്കര ഒരു സ്റ്റാച്ചു ആണ് തിരുവള്ളുവർ സ്റ്റാച്ചു. അത് വേറൊരു പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ കന്യാകുമാരിയിൽ വന്നു കഴിയുന്ന 2 പാറകളാണ് കാണുന്നത്. ഒന്ന് വിവേകാനന്ദ മണ്ഡപമുള്ള പാറയും വേറൊന്ന് തിരുവള്ളുവർ സ്റ്റാച്ചു ഉള്ള പാറയും. ഈ 2 പാറകളും കൂടെ യോജിപ്പിക്കുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നടന്നു വേണം ഈ തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്താനായിട്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് കുറുകെയുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. വാസ്തവം പറഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി നടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കിയെന്നാൽ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. കാരണം എന്താണെന്നോ, നോക്കിക്കേ, വരുന്ന തിരമാലകൾ കണ്ടോ? തിരമ്പി കല്ലിലോട്ട് വന്ന് പതിക്കുന്ന തിരമാലകൾ കണ്ടോ? അത് കണ്ടെന്നാൽ ആർക്ക് ചെറിയൊരു ഭയം തോന്നും കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിന് 77 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞെന്നാൽ ഈ തിരുവള്ളുവരുടെ സ്റ്റാച്യുവിലേക്കും വരും. തമിഴ് ഭാഷയിലെ ഏറ്റവും ആദരണീയമായ പുരാതന കൃതികളിൽ ഒന്നാണ് തിരുക്കുറൾ. ഈ കൃതി മനുഷ്യന്റെ ധാർമ്മികതയ്ക്കും ജീവിത പുരോഗതിക്കും വഴികാട്ടിയായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ അത്രയും പ്രസിദ്ധമായ തിരുക്കുറൾ എഴുതിയ കവിയാണ് തിരുവള്ളുവർ. ഈ സ്റ്റാച്യുവിന് 41 മീറ്റർ പൊക്കമുണ്ട്. ഈ സ്റ്റാച്യുവിൻ്റെ കാൽപാദം വരെ നമ്മൾക്ക് കയറിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ഭിത്തികളിലൊക്കെ തിരുക്കുറളിലെ വാക്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഈ സ്റ്റാച്യു നിർമ്മിച്ച് ഇനാഗുറേറ്റ് ചെയ്തത് അടുത്ത കാലത്താണ്. 2024 ഡിസംബർ 30 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അങ്ങനെ വിവേകാനന്ദ പാറയിൽ വന്നാൽ തിരുവള്ളുവരുടെ പാറയിലും നമ്മൾക്ക് കയറാം. എൻ്റെ പൊന്നെ, ഈ പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ചുറ്റിനും കണ്ണോടിച്ചാൽ കാണുന്ന കാഴ്ചകളുടെ ഭംഗി അവർണ്ണനീയമാണ്. പ്രത്യേകിച്ച് ത്രിവേണി സംഗമം പോയിന്റിൽ നിന്നും കയറി പോരാനേ തോന്നിയില്ലെന്നുള്ളതാണ്. 1/2 നൂറ്റാണ്ട് പഴക്കമുള്ള, കറക്റ്റായിട്ട് പറഞ്ഞാൽ 55 വർഷം പഴക്കമുള്ള ത്രിവേണി എന്ന സിനിമയിലെ സംഗമം സംഗമം എന്ന പാട്ട് അറിയാതെ പാടിപ്പോയി. ആ പാട്ടിലെ വരികളും അതിൻ്റെ അർത്ഥവും എല്ലാം എന്തോ ഒരു മീനിങ് ആയിട്ടുള്ളതും നമ്മൾക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്തതുമാണ്. ഭാഗ്യത്തിന് രാവിലെ പോകുന്നത് കൊണ്ട് ഒട്ടും വെയിലില്ലായിരുന്നു. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചൂടൊന്നും സാരമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടുത്തെ ഭംഗിയും അതുപോലെ ഇത് കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ സന്തോഷവും നിർവൃതിയും ആനന്ദവും ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം.
അങ്ങനെ കന്യാകുമാരിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുമായി ശരിക്കും അടിച്ചു പൊളിച്ചു. ഞങ്ങൾ പണ്ടും കന്യാകുമാരിയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞെന്നാലും ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും അതിൻ്റെ ഭംഗിയും അതിൻ്റെ സന്തോഷവും ഒന്നും ഒട്ടും കുറഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ കന്യാകുമാരിയും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്.